ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുങ്ങി ഒക്കെ നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പെട്ടെന്ന് ഇപ്പം തീരുമാനിച്ചതാണ്. അപ്പോൾ തന്നെ ഞാൻ കുളിച്ചിട്ട് ഒക്കെ ഇറങ്ങി. പിന്നെ എൻ്റെ സൗണ്ട് നന്നായിട്ടൊരു പ്രശ്നം പറ്റിയിട്ടെന്ന് വെച്ചാൽ കോൾഡും പനിയൊക്കെ ആയിരുന്നു 2-3 ദിവസത്തേക്ക്. അപ്പോൾ ഇപ്പോഴാണ് ഞാനൊന്ന് തലയൊക്കെ കുളിച്ചിറങ്ങിയത് കേട്ടോ. ഫുള്ളായിട്ട് മാറിയിട്ടില്ല, ജലദോഷമുണ്ട്. അപ്പോൾ നമുക്കിന്ന് പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടിയുണ്ട്. ഇന്ന് രാവിലെ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഉച്ചയാകുമ്പത്തി 5 ഉച്ചയ്ക്ക് ശേഷം തലശ്ശേരി പോകണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പോവാം. ഈ ഒരു പ്ലാന് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായതായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രമേ പോകുന്നുള്ളൂ, ബാക്കി ആരും തന്നെ വരുന്നില്ല കേട്ടോ. ചന്തു മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ രണ്ടാളും ഈ ഒരു അമ്പലത്തിലേക്കാണ് വരുന്നത്. പെരളശ്ശേരി എന്ന് പറയുന്ന ഒരു അമ്പലമാണ്. ഇത് രാമൻ്റെ അമ്പലം കേട്ടോ. ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ പുറത്തത്തെ ആൾക്കാരും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കുറേയധികം ടോയ്സും കാര്യങ്ങളൊക്കെ പണ്ടേ ഉള്ളതാണ്. ഇവിടെ എപ്പോഴും നമ്മൾ കരയാൻ തുടങ്ങുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്, പണ്ട് ചെറുപ്പം മുതൽ. ചന്ദന കുറേ കാലത്തിന് ശേഷം ഞാൻ കാണുന്നത്. കണ്ടിട്ട് എക്സൈറ്റഡ് ആണോ ഗൈസ്? എല്ലാം എക്സൈറ്റഡ് ആയി. എന്നെ കണ്ടിട്ട് എനിക്കത് മാറ്റം വന്നിനാ? കുറച്ച് തടിച്ചിന്, നല്ല ഗ്ലോ അപ്പ് ആയിന്. കറുത്തു പോയിനാ? ഫുള്ളി ഇപ്പൊ വെയിലെത്താ? ഇല്ല, ഗ്ലോ ചെയ്യരുത്. ഓക്കെ. ചിലപ്പോഴെങ്കിലും സംസാരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കൊഞ്ചിയിട്ടാവുന്നോ ഞാൻ വർത്തമാനം പറയുന്നത് എനിക്കിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം നോക്കുമ്പോൾ തോന്നാറുണ്ട്. ഞാൻ എടുക്കുക എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കും, ഞാൻ എൻ്റെ വീഡിയോയിൽ കുറച്ച് നിങ്ങളോട് കുറച്ച് കൊഞ്ചിയിട്ടാണോ വർത്തമാനം പറയുന്നത്? ഞാൻ ഇങ്ങനെ ഒരു ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ ഈ ഒരു ടോണിലാണ് വർത്തമാനം പറയാറ്. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത്. പിന്നെ പെരളശ്ശേരി അമ്പലത്തിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ വലിയൊരു ചിറയുണ്ട്. അവിടെ കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് പോയില്ല, കാരണം നമ്മളിവിടെ എത്തുമ്പം തന്നെ നല്ല വെയിലായിരുന്നു. അപ്പം കാലൊന്നും കഴുകാൻ വേണ്ടി പോയില്ല. കുളിച്ചപ്പം തന്നെ തിയറി എക്സാമിന് ശേഷം നമ്മൾ എല്ലാവരും ഓരോ ദിവസം ഇങ്ങനെ ഇവിടെ പോകണം അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഇടും. ഞാനും ചന്തും പ്രത്യേകിച്ച് നമ്മളാണ് മാസ്റ്റർ പ്ലാനിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു വലിയൊരു പോക്കും കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. കോഴിക്കോട് പോകണം, കണ്ണൂർ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും ഒന്നും സത്യം പറഞ്ഞാൽ നടന്നിട്ടില്ല. കാരണം എല്ലാവരും ഇപ്പം ഓരോ സ്ഥലത്ത് ബിസി ആയിട്ടുണ്ട്. ചിലവർക്ക് സുഖമില്ലാണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ബിസിയാണ്. മനഃപൂർവ്വം. ഇപ്പം നമ്മൾ പെരളശ്ശേരി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. തൊട്ടപ്പുറത്തുള്ള ഈ അമ്പലത്തിൻ്റെ വരുന്ന ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് അടുത്ത് പോകുന്നത്. ഇവിടെ പോയി അധികം ആൾ ഇങ്ങോട്ടേക്കും വരില്ല. അല്ല, ഭയങ്കര അടുത്ത തൊട്ടിപ്പുറത്ത് തന്നെയല്ല. പെരളശ്ശേരി അമ്പലത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ആയിട്ട് വരുന്ന ഒരു അമ്പലമാണിത്. നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഇത് ഈ ഒരു ബോർഡിലുണ്ട് സംഭവമൊക്കെ. ഇവിടെ എന്തോ ഉത്സവമോ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ബോർഡാണ് അത്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല പാൽപ്പായസം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തലശ്ശേരി പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല കേട്ടോ. ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം തലശ്ശേരി പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് പിറ്റേ ദിവസമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫുൾ റെഡി ആയിട്ടൊക്കെ ഉണ്ട്. ഒന്നുമില്ല, ഒരു ടീഷർട്ടും അതുപോലെ തന്നെ ഒരു ജീൻസുമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒന്നും മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആൻഡ് ബാഗിൽ കുറേ അധികം സാധനമുണ്ട്. പാറിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്, പാറിൻ്റെ ഫുഡുണ്ട്. പാറിന് ഞാൻ സ്പെഷ്യലായിട്ടൊരു പംകിൻ പാസ്ത ആക്കിയിട്ടുണ്ടായിരുന്നു. അവൾ കഴിക്കുമെന്നറിയില്ല, നമുക്ക് നോക്കാം. അതെടുത്തിട്ടുണ്ട്. പിന്നെ അവളുടെ കുറച്ച് ടോയ്സ് ഒരു ടോയ് ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് എൻ്റെ വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള 2 ഷോപ്പിംഗ് അല്ല, കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അങ്ങനെ നമ്മൾ പോവാട്ടോ. ഞാൻ ബസ്സിലായിരുന്നു ഇവിടുത്തെ വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ചേച്ചി എന്നെ കൂട്ടി നമ്മൾ 3-4 പേരും കൂടി ഇപ്പോൾ പോവാണ്. അപ്പോൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് നമുക്കിന്ന് കുറച്ച് അജണ്ടാസ് ഉണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവങ്ങൾ നോക്കാനുണ്ട്. പിന്നെ ബിജിത്തേട്ടൻ്റെയും ചേച്ചീൻ്റെയും ആനിവേഴ്സറിയാണ്, അതുകൊണ്ട് ചേച്ചിക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കണം. അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പ്ലാൻസ്. പിന്നെ പാറുവിൻ്റെ മുടി മുറിക്കൽ. അപ്പോൾ പാറുവിനോട് നമ്മളിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു. ഇങ്ങനെ മുടി മുറിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ ചേട്ടൻ ആരാണോ ചെയ്യുന്നത് അങ്കിൾ ഇങ്ങനെ മുടി തൊടും, നല്ലോണം കുട്ടിയായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ഈ ബബിളിൻ്റെ സാധനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എം സ്റ്റുഡിയോ വെച്ചിട്ടായിരുന്നു നമ്മൾ മുറിക്കാൻ വേണ്ടി പോയത്. പക്ഷേ ഇരുത്തിയ പാടത്തിന് നല്ല അടിപൊളി കരച്ചിലാണ്. ഇവൾ വേറെ ഒരാളുമായിട്ടും അങ്ങനെ പെട്ടെന്ന് മിങ്കിളാകുന്ന ടൈപ്പേ അല്ല. അപ്പോൾ അത് നല്ല സങ്കടമായിരുന്നു. ഇങ്ങനെ പൊട്ടി കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഫോണ് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഫോണ്
ഒരിക്കലും കൊടുക്കാറില്ല പാറുവിന്. ഒരിക്കലെന്ന് വെച്ചാൽ ഭയങ്കര റെയറായിട്ട് മാത്രമേ അവളുടെ കയ്യിൽ ഫോൺ തന്നെ കിട്ടാറുള്ളൂ. അപ്പം ഇവള് ഇടയ്ക്ക് നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ക്രാങ്കി ആവുന്ന സമയത്ത് വെച്ച് കൊടുക്കാറില്ല ഒരു റോമ ആൻഡ് ഡയാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു 2 പിള്ളേരിങ്ങനെ ഓരോ കളിക്കുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് സമയം ഇരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് മാറാം കേട്ടോ, ഇവക്ക് കുത്തുന്നുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അവർ കോഫിയൊക്കെ കൊണ്ടുവന്നു. ഇവിടുന്ന് മെയിനായിട്ട് കോഫി അടിപൊളിയാണല്ലോ. അപ്പം പാറു ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കാര്യത്തിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ മാക്സിലേക്ക് പോയി. അവിടെ നിന്ന് ചേച്ചിക്ക് ഒരു ചെരുപ്പ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ജസ്റ്റ് നോക്കി. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കോർട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞമ്മ ചെയ്യാം. പാറു ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണത്. പാറുവിൻ്റെ ഐസ്ക്രീം തീറ്റയെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഷുഗറും ഒട്ടും തന്നെ കൊടുക്കാറില്ല. ഇവിടെ അമ്മയൊക്കെ ഇങ്ങനെ പറയും എപ്പോഴെങ്കിലും കുട്ടിക്ക് കൊടുക്കണം എന്നൊക്കെ, പക്ഷേ നമ്മളങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഇന്ന് പാറു ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊന്നും പറയാറില്ല, ഐസ്ക്രീം വേണമെന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് വാങ്ങിക്കൊടുക്കാം. പിന്നെ നല്ല കുട്ടിയായിട്ട് ഇരുന്നതാണല്ലോ, മുടിയൊക്കെ മുറിച്ച് കുറച്ച് സങ്കടമൊക്കെ വന്നതാണല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. അവൾ ഇത് ഫുള്ളൊന്നും കഴിച്ചിട്ടേ ഇല്ല. ഞാനും ഈച്ചയാണ് ഇത് 3/4 ഭാഗം കഴിച്ചത്. അവൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നക്കിയിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു പൊട്ടറ്റോ സ്പ്രിങ് എന്തോ ഫ്രൈ എന്തോ ഒരു സംഭവമില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുന്ന് മാത്രമേ ഞാൻ ഇത് കഴിച്ചിട്ടുള്ളൂ. ഞാൻ പുറത്തു പോയിട്ടൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഇവിടെ കണ്ടിട്ടുമില്ല. അപ്പോൾ അവിടെ നിന്ന് അതും കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ ദിൽജിത്തേട്ടനൊരു ഗിഫ്റ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വരുമ്പോൾ മാക്സിൽ നിന്ന് വരുന്ന സമയത്ത് അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ഫലുദ വള്ളിലേക്കാണ്. ഇവരുടെ 2 ആളുടെ ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമായിരുന്നു കേക്കിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ ചെറിയൊരു കേക്ക്, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ ആരും അങ്ങനെ അധികം മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ല. ദിൽജിത്തേട്ടൻ നമ്മളെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ട് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വരെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. പാറുവാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു, കേക്ക് കണ്ടിട്ട് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം മുറിക്കാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കൊടുത്തില്ല. പക്ഷെ നല്ല കരച്ചിലായിരുന്നു. ഇവളിപ്പം ഇങ്ങനെ ഒട്ടും തന്നെ അടങ്ങിയിരിക്കുന്നില്ല. എനിക്കറിയാം കുട്ടികളിൽ അങ്ങനെയാണ്, പക്ഷേ അവളിപ്പോൾ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലാണുള്ളത്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ബെൽജിയൻ ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രൈഡ് റൈസും കൂടി കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.